മുൻപ് ഒരു ബസ് യാത്രയിൽ ഞാൻ കാണാനിടയായ ഒരു ജയറാം സിനിമയെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇത് അതേപോലെ മറ്റൊരു ബസ് യാത്രയിൽ കണ്ട മറ്റൊരു ജയറാം മൂവി. ഇവിടെ ബസ് യാത്രയുടെ കാര്യം എടുത്തു പറയാൻ കാരണം ഒരുപക്ഷെ അങ്ങനെ ഞാൻ ഈ സിനിമ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സിനിമ ഇറങ്ങിയ കാര്യം തന്നെ ഞാൻ അറിയാൻ പോകുന്നില്ല. ജസ്റ്റ് ലൈക്ക് നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഇങ്ങനൊരു പടം ഇറങ്ങിയ കാര്യം തന്നെ അറിയുന്നത്. എനിവേസ്, ചില സിനിമകളെ നമ്മൾ നോ ബ്രെയിനേഴ്സ് എന്ന് വിളിക്കും. അതായത് നമ്മൾ ബുദ്ധി വീട്ടിൽ വെച്ചിട്ട് വേണം തിയേറ്ററിലേക്ക് പോകാൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ത്രീ കിങ്സ്. പക്ഷെ കാര്യം അതൊരു നോ ബ്രെയിനർ ആണെങ്കിലും നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട് ആ സിനിമയിൽ. എന്നാൽ ഈ സിനിമ ഇത് അതുക്കും മേലെയാണ്. എന്ന് വെച്ചാൽ ദിസ് മൂവി ഈസ് സോ ബാഡ് ദാറ്റ് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. അതായത് അത്രയ്ക്കൊരു വളിപ്പ് പടം. അവരതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളതിങ്ങനെ ഒരു ഭാവവും മാറ്റവും ഇല്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഈ സിനിമയുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നായകനായ ജയറാം ഒരു പാലക്കാടൻ സ്ലാങ് പിടിക്കുന്നുണ്ട് ഇതിൽ. എന്നാൽ തമാശ അതല്ല. നായകന്റെ നാട്ടിൽ തന്നെ നടക്കുന്ന കഥയായിട്ടും ഇവിടെ നായകനൊഴിച്ച് മറ്റാർക്കും ആ സ്ലാങ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിലെ നായികയായി വരുന്നത് നമ്മുടെ ഇഷാ തൽവാറാണ്. പണ്ട് തട്ടത്തിൻ മറയത്ത് ഇറങ്ങിയപ്പോൾ കേരളത്തിലെ അന്നത്തെ ചെറുപ്പക്കാരുടെ ഡ്രീം ഗേളായ ഒരാൾ ഇതുപോലൊരു അതപ്പതിച്ച സിനിമയിൽ അഭിനയിക്കുമെന്ന് അന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പിന്നെ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് വെറുതെ ഒരു ഭാര്യ എന്ന വലിയൊരു ഹിറ്റ് ജയറാമിന് നൽകിയ അക്കു അക്ബറാണ്. എനിവേസ്, ഇതിലെ നായകനും കൂടെയുള്ള രണ്ടുപേരുടെയും പേര് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് കാണണോ വേണ്ടയോ എന്ന്. ഒരാളുടെ പേര് അപൂർവൻ, മറ്റേയാളുടെ പേര് ചോപ്ര, മൂന്നാമത്തെ ആളുടെ പേര് ബാബുമോൻ. ഐ എം റിയലി സോറി ഗൈസ്. താഴ്വാരം തൂവാന തുമ്പികൾ പോലുള്ള വമ്പൻ പടങ്ങൾ എന്നോട് റിവ്യൂ ചെയ്യാൻ പറയുമ്പോൾ ഇതുപോലുള്ള പടവും കൊണ്ടാണോ നീ വരുന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഐ എം റിയലി സോറി.